ഞാൻ ആ റിയാക്ഷനെ അല്ല പ്രതീക്ഷിച്ചത്. ആ കുട്ടി ശരിക്കും ആകെ ഒരു ഗിൽറ്റ് ചെയ്തപോലെ. വിശ്വസിച്ചുകൂടാ, കള്ള തിരുമാലികളാ. ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. പ്രിൻസിപ്പലിന്റെ വാശി കണ്ടപ്പോഴാണ് എനിക്ക് ആ കുട്ടിയുടെ കഷ്ടം തോന്നിയത്. അങ്ങേർക്ക് അവനൊന്ന് പുറത്താക്കിയാ മതിയെന്ന. മൈനർ കേസുകൾ പെരുപ്പിച്ച് വാണിങ്ങിന്റെ ഭാഗത്തിലാക്കി കൊടുക്കണമെന്നായിരിക്കും എന്ന് പറഞ്ഞുകൂടാ. ഗുഡ് ആഫ്റ്റർനൂൺ. മിസ് വീട്ടിലേക്ക് പോന്നിക്കല്ലേ? ജീപ്പ് വരൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്ക് ആ സ്റ്റേഷൻ അടുത്ത് വരെ ലിഫ്റ്റ് വരൂ. അവിടെ എവിടേക്കാ? വീട്ടിൽ വരെ. ഫാദർ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ സൈക്കിൾ എടുത്തോളാം. വേണമെന്നില്ല, പോന്നോളൂ. ഇവിടെ വീട്ടിലിപ്പോ ആരുണ്ട്? ആരുമില്ല, കാൽക്കാനുണ്ട്, പിന്നെ പപ്പയുടെ ലോക്കൽ പി ഉണ്ടാവും. കുട്ടിയുടെ അമ്മ ഇപ്പൊ എവിടെ താമസം? ഡൽഹിയില? അവിടെയാ. ഇത് മിസ്റ്റർ പുത്തൂരൻ എംപിയുടെ സൺ രവി. ക്യാപ്റ്റൻ ജോർജ് എന്റെ ചേട്ടൻ. രവിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കാലോ? വഴിയിൽ ഇറങ്ങാനാണ്. ഹലോ. താങ്ക് യു മിസ്. അല്ല, ഇവിടെ ആരും ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ആരെ കാണാനാ? ആരെയും കാണാനില്ല, വെറുതെ. ശരി. ഒരു പ്രത്യേക ടൈപ്പ് ആഗ്രഹം. ഇതിന് തിരിച്ചവൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ? എങ്കിലെന്ന് രണ്ടാമത്തെ വാർണിംഗ് മെമ്മോ വാങ്ങിയിരിക്കും. പിന്നെ ഒരു ചാൻസ് കൂടെ കിടക്കുന്നുണ്ടല്ലോ. വിൽ ബി വെരി സ്ട്രിക്ട്, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ. പ്രിൻസിപ്പൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. MP അല്ല, മന്ത്രിയുടെ മോനായാലും മര്യാദയ്ക്ക് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോകുന്നു. ഹലോ. ആ ഞാനാടി. ഞാനോ? ഞങ്ങളുടെ അത്താഴമാ. നീ എവിടുന്നാ? ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ? ആയിരിക്കുമല്ലോ. വീട്ടിലും നീ STD വിളിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. എന്താ വിശേഷിച്ചൊന്നുമില്ലല്ലോ? ഹലോ. രാജമ്മയാ, ഇവളുടെ മൂത്തവൾ. എവിടെന്നാ ഈ നേരത്ത്? ബോംബെന്നാ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ വിളി വിളിക്കും. എയർലൈൻസില് ഹോസ്റ്റസ് ആയിരുന്നു. ഹസ്ബൻഡിനോട് എയർപോർട്ടിൽ തന്നെയാ പണി. കൊച്ചായി കഴിഞ്ഞപ്പോ ഇപ്പൊ അവളും ഗ്രൗണ്ടിലാ. അപ്പൊ കെട്ടിച്ചയക്കേണ്ട പാട് വന്നില്ലാന്ന് തോന്നുന്നു. ഇല്ല, അവള് തന്നെ ആളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പൊ ഇവളും കൂടെ ഒന്ന് സഹായിച്ചാൽ എന്റെ പാട് അത്രയും കുറഞ്ഞു. എന്തോന്ന്? മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. നാൻസിയിലെ ഫസ്റ്റ് അവർ ക്ലാസ് ആലിസിനല്ലേ? അതെ. ആ MP-യുടെ മകൻ പയ്യനില്ലേ? ഇന്നലെ അയാളെ പറ്റി പ്രിൻസിപ്പൽ സംസാരിച്ചിരുന്നില്ലേ? ആ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടിയെ പറ്റി ആദ്യം കംപ്ലൈന്റ് പറഞ്ഞത് ഡേസി അല്ലേ? ഇപ്പൊ എല്ലാവർക്കും കംപ്ലൈന്റേ ഉള്ളൂ. പ്രിൻസിപ്പൽ ഇപ്പൊ എന്നോടാ ദേഷ്യപ്പെടുന്നു. നിങ്ങളാരും വാലിഡ് ആയിട്ട് ഒരു കേസ് പിടിച്ചു കൊടുക്കുന്നില്ലെന്നാ പുള്ളി പറയുന്നു. വാലിഡ് ആയിട്ട് കേസ് ഉണ്ടായെങ്കിലല്ലേ റിപ്പോർട്ട് ചെയ്യണ്ടോ? ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. ഡോണ്ട് ജംപ് ഇൻ ടു യുവർ ഓൺ ഡിസിഷൻസ്. വല്ല കാര്യമുണ്ടോ കാലത്തെ അക്കന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ? അല്ലേ ഡേസി, എല്ലാരും കൂടി ക്രിമിനലാക്കാൻ തുടങ്ങിയാൽ ഒരാളെ ക്രിമിനലാക്കാൻ എളുപ്പ, അതും ആരും ഇല്ലാത്തൊരു കുട്ടിയെ. How is it possible? Nah, shut up, man. I'm not going to give it. No. You got a script on my notebook and all that. No. I can't. Hey, teacher. Good morning, miss. Good morning. Sit down. Ravi Puthuran. Please come. Make it clean, please.
Ravi will be the class monitor from today. മോണിറ്റർ ആയെന്നും പറഞ്ഞിട്ട് ചോക്ക് കുടിക്കാൻ പെർമിഷൻ ഇല്ല കേട്ടോ. സോറി മിസ്. മോണിറ്റർ ആക്കിയത് എന്തിനാണെന്നറിയാമോ? വികൃതി കാണിക്കാതിരിക്കാനല്ല, വികൃതി കാണിക്കുന്നവരെ പിടിച്ചു തരാൻ. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, കുട്ടിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 വെള്ളിയാണ് പ്രിൻസിപ്പൽ ഇനാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അല്പം ഒന്ന് ശ്രമിച്ചാൽ രവിക്ക് സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള മെഡൽ വാങ്ങിക്കാം. ഞാൻ വാങ്ങിപ്പിക്കാം. താങ്ക് യു മിസ്. ഉഴപ്പണം എന്നുള്ളവർക്ക് ജീവിതം മുഴുവൻ ഉഴപ്പാൻ നേരമുണ്ട്. പഠിക്കാൻ ആകെ ഈ ഒരു ഇത്തിരി നേരമേ ഉള്ളൂ. വരട്ടെ മിസ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് മിസ്. എന്താ ഒരു പാവം ആട്ടുംകുട്ടിയുടെ വേഷത്തില്? ശരിക്കും ആ കുട്ടി പാവമാ ഡേസി. ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്ന് വന്നാൽ അവൻ കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന എന്റെ വിശ്വാസം. എന്താ ആ കുരിശെടുക്കാൻ തീരുമാനിച്ചിരിക്കുക? എന്താ എടുത്താല്? ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണോ? ചാലഞ്ചൊന്നും അല്ല. അമ്മയില്ലാത്തൊരു കുട്ടിക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ കാണാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോ തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ട്സ് ഉണ്ടാക്കിയെന്നിരിക്കും. അതേ ഞാൻ ട്രൈ ചെയ്യുന്നുള്ളൂ. Starting the poem, it is very important to know about some of the Indian poets and how they influenced the Western world. Rabindranath Tagore is one of our great poets. He was something like William Wordsworth. Jenny, can you tell me about William Wordsworth? He was a romantic poet. That's true. The person who loves nature is called a romantic. So what I'm going to tell you is about Alice. പ്രിൻസിപ്പൽ വിളിക്കുന്നു. ഇപ്പോഴോ? But I'm in the class. സാരമില്ല, എന്തോ അത്യാവശ്യമാണെന്നാ പറഞ്ഞത്. Excuse me, I'll be back in a minute. എന്താ? ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ക്യാപ്റ്റൻ ജോർജിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. പേടിക്കത്തക്കതായിട്ടൊന്നുമില്ല. 1-2 ചെറിയ ഫ്രാക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലാക്കി. ക്ലാസിന്റെ കാര്യം വിട്ടേക്കുക, ഞാൻ മാനേജ് ചെയ്തോളാം. പോണോന്നുണ്ടെങ്കിൽ. Thank you, sir. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായത്? രാവിലെ PT ഇടയ്ക്ക് പറ്റിയതാ. റോപ്പിന്ന് കൈതെറ്റ് വീഴുകയായിരുന്നു. Hey sister. Yes. Our condolences.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.